കോയിവിള ശ്രീകൃഷ്ണവിലാസം സമസ്ത നായർ സമാജം കുടുംബസംഗമം നടത്തി. അവാർഡ് സമർപ്പണം, ആദരവ് എന്നിവ നടത്തി. കോയിവിള ശ്രീകൃഷ്ണവിലാസം സമസ്ത നായർ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. പുരസ്കാര സമർപ്പണം, മുതിർന്ന സമാജാംഗങ്ങളെ ആദരിക്കൽ, ചികിത്സാ സഹായ വിതരണം, കലാപരിപാടികൾ എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു. കുടുംബസംഗമത്തിന്റെ ഭാഗമായി നടത്തിയ സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി പെരുമുറ്റം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 2014 നമ്മൾ തീർത്ഥാടനവുമായിട്ട് പോയി. നിർഭാഗ്യവശാൽ നമുക്ക് കുറച്ച് വിഷമങ്ങൾ ഉണ്ടാകേണ്ട അവസ്ഥ വന്നുകൂടെ. പിന്നീട് നമ്മൾ തീർത്ഥാടകർ എന്നുള്ള രീതിയിൽ പോയിട്ടില്ല. 2015 നമ്മള് പുത്തരിക്കണ്ടം മൈതാനിയില് 10,000 സാക്ഷി നിർത്തി ചട്ടമ്പി സ്വാമികളുടെ 93ാമത് മഹാസമാധി ആഘോഷം നടത്തി. 10,000 സാക്ഷി നിർത്തി. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. 2016, 17, 18 നമ്മൾ തൃശ്ശൂർ തേക്കുംകാല മൈതാനിയിൽ നടത്തി ഗംഭീരമായിട്ട്. പിന്നീടാണ് നമ്മൾ ധരിക്കുന്നത് നമുക്കൊരു ആസ്ഥാനം വേണം, നമ്മുടെ സ്വാമിയെ നമുക്ക് സ്ഥിരമായിട്ട് ആരാധിക്കാൻ ഒരു സ്ഥലം വേണം. ആ നമ്മളുടെ സ്വാമിയുടെ നമ്മൾ പറഞ്ഞത് സ്വാമി കൃത്യമായിട്ട് സ്ഥലം കാണിച്ചു തന്നു. സ്വാമി കാണിച്ചതെന്ന് ഞാൻ നിങ്ങളുടെ പറയാൻ കഴിയും. ഞങ്ങൾ നാടിന്റെ നാനാഭാഗത്ത് സ്ഥലം വാങ്ങിക്കണ്ടായിരുന്നു, അടൂരും ഏഴംകുളത്തും പത്തനംതിട്ടയിലും ഒക്കെ. പക്ഷെ സ്വാമി പറഞ്ഞു, എന്ത് ഇങ്ങനെ വള്ളിതിരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, നീ അവിടെ ചെന്നാൽ മതി. ഒരു ബ്രോക്കർ വന്ന് വിളിച്ചോണ്ട് പോകുന്നു. നമ്മളൊരു സാധാരണ സ്ഥലം വാങ്ങിക്കാനായിട്ട് ചെല്ലുന്ന രീതിയിലാണ് ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്ന് ആ സ്ഥലം നമ്മൾ കാണുമ്പോൾ ഏകദേശം പന്മന പോലെ തന്നെ നമുക്ക് തോന്നുവാണ്. ഒരു കാര്യം പല ആളുകളുടെ കയ്യിരിക്കുന്ന സ്ഥലമാണ്. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. എന്തോ നമ്മളവിടെ കൂടി ഇന്ന് സ്വാമി അവിടെ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നു. ഏതാണ്ട് 15 അടി ഉയരത്തില്, ഏതാണ്ട് 25 അടി ഉള്ള മണ്ഡപത്തിൽ 25 അടി ഉയരത്തിലുള്ള ചട്ടമ്പി സ്വാമികളുടെ പൂർണ്ണകായ വിഗ്രഹം ലോക അതിശയകരമായിട്ട് നോക്കുകയാണ്. സമാജം പ്രസിഡന്റ് കെ ഓമനക്കുട്ടൻപിള്ള അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള മുഖ്യാതിഥിയായി പങ്കെടുത്ത പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. അന്നും ഇതുപോലെ എല്ലാവരുമായിട്ട് സംവദിക്കുവാനും ഒരു അവസരം ലഭിക്കുകയുണ്ടായി. അപ്പം നേരത്തെ ഇതിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ച കണക്ക് തന്നെ ഒരുപാട് വ്യക്തിത്വങ്ങളുടെ കഠിന പ്രയത്നത്തിന്റെ കൂടി ഫലമാണ് ഈ ഒരു സമാജവും ഇതിനോടനുബന്ധിച്ചുള്ള സൗകര്യങ്ങളും. ഏറ്റവും മികവാർന്ന രീതിയിൽ 2 നില കെട്ടിടം തന്നെയുള്ള അപൂർവം സമാജങ്ങളിൽ ഒന്ന് തന്നെയാണ് കോയിവിള ശ്രീകൃഷ്ണവിലാസം സമാജം. അപ്പോൾ കെട്ടിടങ്ങൾ അർത്ഥപൂർണമാകണമെങ്കിൽ അതിനകത്ത് പ്രവർത്തനങ്ങൾ നടക്കണം, ഇല്ലേ? അതിനൊരു ബാലവേദി കാണും, അല്ലെങ്കിൽ ഒരു വനിതാവേദി കാണും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിവിധ വേദികൾ ശക്തമായി അതിന്റെ അർത്ഥത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ കാർന്നവർമാർ നമുക്ക് മുന്നേ ഇത് സ്ഥാപിച്ച എന്ത് അർത്ഥത്തിലാണോ ഏത് ആവശ്യത്തിനാണോ ചെയ്തത് അത് പൂർണ്ണതയിലെത്തുകയുള്ളൂ. അപ്പൊ ആ രീതിയിലേക്ക് പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാം സാധിക്കട്ടെ. സമാജം സെക്രട്ടറി ആർ സേതുക്കുട്ടൻപിള്ള, SNS ഡയറക്ടർ ബോർഡ് അംഗം മീന മുരളി, ജില്ലാ പ്രസിഡന്റ് ജി താരാനാഥ്, വനിതാ സമാജം ജില്ലാ സെക്രട്ടറി ബിന്ദു സന്തോഷ്, ജില്ലാ കമ്മിറ്റി അംഗം പ്ലാച്ചേരിൽ ഗോപാലകൃഷ്ണൻ, വനിതാ സമാജം പ്രസിഡന്റ് ശോഭനാദേവി, സെക്രട്ടറി തങ്കമണി പിള്ള, വൈസ് പ്രസിഡന്റ് എൻ രംഗനാഥൻ പിള്ള, ജോയിന്റ് സെക്രട്ടറി ബി അനിൽകുമാർ, കാരുണ്യനിധി കൺവീനർ ആർ ജയകുമാർ, ഖജാൻജി ബി രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.